ഇറാനെ ആക്രമിച്ച് മൊറോക്കൻ വെട്ടുക്കിളിക്കൂട്ടം, വിളകൾക്കും കൃഷിയിടങ്ങൾക്കും ഭീഷണി. ടെഹ്റാൻ, ഒരു യുദ്ധക്കളത്തിൽ പോരാടുന്ന ഇറാൻ പ്രതിസന്ധി സൃഷ്ടിച്ച് വെട്ടുക്കിളി ആക്രമണം. കിഴക്കൻ ഇറാനിൽ മൊറോക്കൻ വെട്ടുക്കിളികൾ ഇറങ്ങി വിളകളും കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഈ പ്രാണികൾ നേരിട്ട് ആരോഗ്യ അപകടങ്ങളുണ്ടാക്കുന്നില്ലെന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി. ആക്രമണം പതിനായിരക്കണക്കിന് വീടുകളുടെ പൊതുജീവന മാർഗത്തിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോവിയോസ്കോറസ് മരോക്കുനസ് എന്നറിയപ്പെടുന്ന മൊറോക്കൻ വെട്ടുക്കിളികൾ ദ്രുതഗതിയിലുള്ള പ്രത്യുൽപാദനത്തിന് കഴിവുള്ളവരാണ്. പെണ്ണ് വെട്ടുക്കിളികൾക്ക് അവയുടെ ജീവിതകാലത്ത് 2 മുതൽ 4 വരെ മുട്ടക്കായ്കൾ ഇടാൻ കഴിവുണ്ട്. ഓരോ കായ്കളിലും ശരാശരി 30 മുട്ടകൾ ഉണ്ടാകും. പ്രധാനമായും ധാന്യവിളകൾ, ഈന്തപ്പനകൾ, സിട്രസ് പഴങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഒലിവ്, ആപ്പിൾ പഴങ്ങൾ എന്നിവ ഭക്ഷിക്കുന്ന ഈ ഇനത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന ഗുരുതരമായ കീടങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പുൽമേടുകളും തിന്നു നശിപ്പിക്കുന്നതുമൂലം കന്നുകാലികൾക്ക് തീറ്റക്ഷാമവും സൃഷ്ടിക്കും. ഇവയെ നശിപ്പിക്കാൻ രാസമാലിന്യങ്ങൾ വർഷിപ്പിച്ചതിനാൽ വിളവെടുപ്പ് നടത്തരുതെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു യുദ്ധക്കളത്തിൽ പോരാടുന്ന ഇറാൻ പ്രതിസന്ധി സൃഷ്ടിച്ച് വെട്ടുക്കിളി ആക്രമണം. കിഴക്കൻ ഇറാനിൽ മൊറോക്കൻ വെട്ടുക്കിളികൾ ഇറങ്ങി വിളകളും കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഈ പ്രാണികൾ നേരിട്ട് ആരോഗ്യ അപകടങ്ങളുണ്ടാക്കുന്നില്ലെന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി. ആക്രമണം പതിനായിരക്കണക്കിന് വീടുകളുടെ പൊതുജീവന മാർഗത്തിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോവിയോസ്കോറസ് മരോക്കുനസ് എന്നറിയപ്പെടുന്ന മൊറോക്കൻ വെട്ടുക്കിളികൾ ദ്രുതഗതിയിലുള്ള പ്രത്യുൽപാദനത്തിന് കഴിവുള്ളവരാണ്. പെണ്ണ് വെട്ടുക്കിളികൾക്ക് അവയുടെ ജീവിതകാലത്ത് 2 മുതൽ 4 വരെ മുട്ടക്കായ്കൾ ഇടാൻ കഴിവുണ്ട്. ഓരോ കായ്കളിലും ശരാശരി 30 മുട്ടകൾ ഉണ്ടാകും. പ്രധാനമായും ധാന്യവിളകൾ, ഈന്തപ്പനകൾ, സിട്രസ് പഴങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഒലിവ്, ആപ്പിൾ പഴങ്ങൾ എന്നിവ ഭക്ഷിക്കുന്ന ഈ ഇനത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന ഗുരുതരമായ കീടങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പുൽമേടുകളും തിന്നു നശിപ്പിക്കുന്നതുമൂലം കന്നുകാലികൾക്ക് തീറ്റക്ഷാമവും സൃഷ്ടിക്കും. ഇവയെ നശിപ്പിക്കാൻ രാസമാലിന്യങ്ങൾ വർഷിപ്പിച്ചതിനാൽ വിളവെടുപ്പ് നടത്തരുതെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.